അപ്പൊ അതാ ഈ കോക്കനട്ട് സ്ക്രാപ്പർ വാങ്ങണമെങ്കിൽ കോക്കനട്ട് സ്കാർപ്പർ കോക്കനട്ട് സ്ക്രാപ്പർ സ്ക്രാപ്പർ കോക്കനട്ട് എല്ലാരും നാളികേരം ചിരവാന് പിന്നെ ഇടങ്ങേറാണ്, ഇരുന്ന് ചിരകാൻ വയ്യ, അങ്ങനെ ചിരകാൻ വയ്യ, കുമ്പിടാൻ വയ്യ, ഊരവേദന, കാലുവേദന ഒക്കെ പറയണില്ലേ. അപ്പൊ ഈ നാളികേരം ഞാൻ ഇപ്പൊ ഇത് ഉടക്കുകയാണ് കേട്ടോ. എനിക്ക് വിഷയമല്ല, ഞാൻ ഇവിടെ ഇരുന്ന് കാണ്ടൊക്കെ തന്നെയാണ് ചിരകല്. എനിക്ക് വലിയ വീതനയില്ല, ടേബിളൊന്നും ഇല്ല നാളികേരം ചിരകാന്. ഞാൻ ഇരുന്ന് കാണ്ട് തന്നെ ചിരകുക. പക്ഷെ ഇങ്ങനെ ഒരു പിന്നെ സംവിധാനം ഉള്ളത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാന്നുള്ളൂ. ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തന്നാലും ഞാൻ സ്ഥിരമായിട്ട് ഇതുമ്മ ചിരവൂല, എപ്പോഴെങ്കിലുമൊക്കെ ഞാനും ചിരവ് കേട്ടോ. അതുകൊണ്ടാണല്ലോ ഞാൻ ഈ സംഭവം വാങ്ങിക്കണത്. അപ്പോൾ ഞാനിതായി നാളികേരം പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം. ഈ നാളികേരം ചിരകാനേ പിന്നെ വീതന ഉള്ള ആൾക്കാർക്കൊക്കെ നല്ല സുഖമാണ്. ഇത് പെട്ടെന്ന് ഇങ്ങനെ പിടിക്കും, ടേബിളുമേയും പറ്റും. എനിക്ക് പിന്നെ വീതനൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ കാണിച്ചു തരികയാണ്. ഇതിങ്ങനെ വെക്കുക, നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് വെക്കുക. നമുക്ക് നാളികേരം ചിരവാനും ഇവിടെ പ്ലേറ്റും വെക്കണം കേട്ടോ. എന്നിട്ട് ഇതങ്ങനെ നല്ലോണം ഒന്ന് പ്രസ് ചെയ്യുക. നല്ലോണം പ്രസ് ചെയ്തിട്ട് ഇതാ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് ഇങ്ങനെ ഇങ്ങോട്ട് പുഷ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാം. ഇപ്പൊ നമ്മളെ ടേബിളുമ്മ ഇത് ജോയിന്റ് ആയിട്ടോ. ഇനി നമുക്കിത് ഇങ്ങനെ ചിരവിടുക്കാം പ്ലേറ്റ് വെച്ചിട്ട്. എങ്ങനെയാണെന്ന് നോക്കട്ടോ. ഞാനും തന്നെ എനിക്ക് എക്സ്പീരിയൻസ് ആയിട്ടൊന്നുമില്ല, എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതാ കുഞ്ഞാണിയൊക്കെ ചിരകുകയാണ് കേട്ടോ. കുഞ്ഞാണിയൊക്കെ ചിരകണാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത് നമുക്ക്. ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലേ ഇത് ചിരവാന്. ഇപ്പോൾ കുഞ്ഞാണിയൊക്കെ എടുപ്പോൾ ചിരവിടണം കേട്ടോ. നല്ല ക്ലീൻ ആയിട്ടുണ്ട് നോക്കട്ടേക്കാ. സൂപ്പർ ആയിക്കണ് കേട്ടോ. പക്ഷേ ഇത് ചിരവാൻ നമുക്കൊരു എക്സ്പീരിയൻസ് വേണം കേട്ടോ. അപ്പോൾ അതിൻ്റെ നമ്പർ, കോൺടാക്ട് നമ്പർ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനുള്ള നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ വിളിച്ച് നിങ്ങൾ ഓർഡർ ചെയ്തുകൊണ്ടിട്ടോ. അപ്പോൾ നമുക്ക് എനിക്ക് പറഞ്ഞാൽ ഇന്ന് കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നാളികേരം ചിരവുന്നത്. ഉമ്മേന്നല്ലേ ചിരവാൻ അടിപൊളി. ഇരുന്ന് ചിരവാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ചിരവാം, ഈസി ആയിട്ട് ചിരവി എടുക്കാൻ പറ്റും കേട്ടോ. ഒരു ഭാഗം കൂടി കുറച്ച് കിട്ടാണ്ട്, അതിൻ്റെ ഒരു സൈഡ് കിട്ടിയിട്ടില്ല, അതും കൂടി ചെയ്തെടുക്കണേ. അപ്പോൾ കൂട്ടുകാരെ നല്ല അടിപൊളിയാണ് കേട്ടോ. സുഖമാണ്. കുറച്ചൊക്കെ നമുക്ക് ഇവിടെ പോവുകയൊക്കെ ചെയ്യും, അതൊന്നും വിഷയമല്ല. കണ്ടോ, നല്ല പറ്റ ചെറുതായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിർത്തിക്ക. അപ്പോളേ ഇനി ആരും തേങ്ങ ചിരകാൻ വെച്ചാ ഇരുന്ന് ചിരകാൻ ഗതിയേടാണെന്നൊന്നും പറയാൻ നിൽക്കണ്ട. ഇതാ ഇങ്ങനത്തെ ഒന്നിന് വാങ്ങിക്കോളി, ഓൺലൈനായിട്ട് കിട്ടും. ഇതിന്റെ കോണ്ടാക്ട് നമ്പർ നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വാങ്ങിക്കോളി കേട്ടോ. ഞാൻ ഇപ്പൊ അത് കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് തേങ്ങ ചിരവിയിട്ടുള്ളത്. അപ്പൊ അതാ കോക്കനട്ട് ഈ കോക്കനട്ട് സ്ക്രാപ്പർ വാങ്ങണമെങ്കിൽ കോക്കനട്ട് സ്കാർപ്പർ കോക്കനട്ട് സ്ക്രാപ്പർ സ്ക്രാപ്പർ കോക്കനട്ട് സ്ക്രാപ്പർ. നമുക്ക് എന്താ ഇതൊന്നും പറഞ്ഞ് പരിചയം, നമുക്ക് ചിരവ അതൊക്കെ അല്ലേ പരിചയമുള്ളൂ. അപ്പോൾ അത് സൈലന്റ് ആയി അവിടെ നിൽക്കിപ്പോ. കോക്കനട്ട് സ്ക്രാപ്പർ വാങ്ങുക, ഓൺലൈനിൽ കിട്ടും. അപ്പോൾ ഇതിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഇതിൽ താഴെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ വിളിച്ച് ചോദിച്ചോളി. പ്രയാസമുള്ള ആൾക്കാർക്ക്, തടി കൂടുതലുള്ള ആൾക്കാർക്ക്, കാലുവേദന, ഊരുവേദന ഉള്ള ആൾക്കാർക്ക് ഇപ്പോൾ ഞാനാ ഇരുന്ന് ചിരവിയ പോലെയൊന്നും ചിരവാൻ കഴിയില്ല. ഇപ്പോൾ അപ്പം അങ്ങനത്തെ ആൾക്കാർക്ക് ഈസി ആയിട്ട് ചിരവാൻ പറ്റും കേട്ടോ. ആദ്യമൊക്കെ നമുക്കൊരു പ്രയാസം ഉണ്ടാവും, പിന്നെ കുറച്ചൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ ചിരവുമ്പോൾ ഇങ്ങനെ പോകും കേട്ടോ. എൻ്റെ കുറ്റം പറയാൻ പാടില്ല കേട്ടോ നിങ്ങൾ, കാരണം കുറച്ചൊക്കെ ഇങ്ങനെ പോവും. ഒന്ന് എക്സ്പീരിയൻസ് ആവുമ്പോഴും നമ്മൾ എന്ത് ജോലിയാണെങ്കിലും എക്സ്പീരിയൻസ് ആകുമ്പോൾ നമുക്ക് അതിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് ഓർഡർ ചെയ്തോളി. അപ്പം എല്ലാവരും നമ്മളെ കുക്കിംഗ് കാണാൻ വന്നോളി. നല്ല അടിപൊളി കടലക്കറി ഹോട്ടലൊക്കെ കിട്ടണ നല്ല സൂപ്പർ കടലക്കറിയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പം എല്ലാവരും വരും, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കടല ഞാനേ എന്താ പറയുക, കുക്കറിൽ വിസിൽ അടിച്ചിട്ടോ. അപ്പോൾ വെന്ത് കിട്ടി. അപ്പോൾ ഉപ്പൊന്ന് നോക്കട്ടെ. ഉപ്പൊക്കെ പാകമാണ്. അപ്പം നമ്മളതിലേക്ക് നമ്മളെ വറുത്ത നാളികേരം, അതുപോലെ പെരുംജീരകവും കുരുമുളകും ഉള്ളിയൊക്കെ ഇട്ടിട്ടല്ലേ നമ്മൾ വറുത്തത്. അപ്പോൾ ഇതിലൊരു തുള്ളി വെള്ളം കൂടി ഒഴിച്ചു കൊണ്ടുവരാം.
ഇപ്പം നമ്മൾ വെളിച്ചെണ്ണ പറന്നുകൊണ്ടാണ് വറുത്തത്. ഇനി ഇതിൽ തൂമിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം അതിലുള്ള എണ്ണ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് പുട്ട്, അതുപോലെ ചപ്പാത്തി, അതിക്കൊക്കെ ഉണ്ടാക്കാം കേട്ടോ. ചപ്പാത്തിക്ക് ഇപ്പോൾ ഇത് ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ, ഇത്രയും കറീൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതൊരു 3 ദിവസത്തിന് 3 നേരത്തിന് ഉള്ള കറിയുണ്ട്. ഇതൊന്ന് തിളച്ചിട്ട് ഒന്ന് വാങ്ങാം. ഇതിലേക്കുള്ള ചപ്പാത്തി കേട്ടോ പരത്തി വെച്ചതാണ്. വട്ടൊന്നും ശരിയായിട്ടില്ല, അത് ചുട്ടെടുക്കണം കേട്ടോ. ഇനി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു ഇന്നലെ. അടച്ചു വെക്കും. ഇതുപോലുള്ളൊരു പാത്രം കൊണ്ട് ഇങ്ങനെ അടച്ചു വെച്ചാൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കട്ടത്. ഇങ്ങനെ ഒന്നും ഇങ്ങോട്ട് തിളച്ചിട്ടൊന്നും ഇളക്കിയിട്ട് നമുക്കിത് വാങ്ങി വെക്കട്ടോ. നമ്മളെ കറി കുറുകൽ ഇത്ര നല്ലോണം കുറുകിയാൽ രസമല്ല. ഇതിൻ്റെ ഈ കടലിൻ്റെ ഈ ഒരു ചാറുണ്ടല്ലോ അതിങ്ങനെ വേണം. നമ്മൾ പുട്ടായാലും ചപ്പാത്തി ആയാലും. പിന്നെ നമ്മൾ ഈ കടല ഒരുപാട് പോഷക ഗുണങ്ങളുള്ള സാധനമല്ലേ കടല, പരിപ്പ് വർഗ്ഗങ്ങൾ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള കടലയും പരിപ്പൊക്കെ കഴിക്കണം. അപ്പോൾ കടലക്കറിയും റെഡി ആയിട്ടോ മക്കളെ. ഇനി നമുക്ക് ഉപ്പേരി ഉണ്ടാക്കട്ടോ. ഉപ്പേരി ഉണ്ടാക്കാൻ ചട്ടി അടുപ്പത്ത് വെച്ചിക്കണ്. നമ്മളെ പയറിതാ കഴുകി. ശരിക്കും പയറൊക്കെ നുറുക്കണീൻ്റെ മുന്നേ കഴുകണം കേട്ടോ. പക്ഷെ ഞാൻ നുറുക്കണീൻ്റെ മുന്നേ ഒന്നല്ല കഴുകിക്കണത്, നുറുക്കിയിട്ട് തന്നെയാണ് കഴുകിക്കണത്. നമ്മളിതൊക്കെ അരിഞ്ഞെടുക്കണീൻ്റെ മുന്നേ കഴുകി എടുക്കണം, അതാണ് പറയുക. ഇനി ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ പച്ചമുളക് ഇട്ട് കൊടുത്തു. പിന്നെ ഇവിടെ കല്ലുപ്പ് കഴിഞ്ഞിരിക്കണം. ഞാൻ സാധാരണ ഇവിടെ കല്ലുപ്പ് കഴിയുമ്പത്തിന് കുഞ്ഞാണിയൊക്കെ കൊണ്ടുവരുന്നുണ്ട്, കുറി കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. ഉപ്പ് ഇട്ട് കൊടുത്തു. അപ്പോൾ അത് അഞ്ഞ് നമുക്കൊരു ലേശം വെള്ളം ഇതിലേക്ക് കൊണ്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിൽ മുളകിൻ്റെ കുരുവാണേ. അപ്പോൾ അതാ ഇതിൻ്റെ അടപ്പുവെട്ടി ഉണ്ടല്ലോ പൊട്ടിക്കണം. അപ്പോൾ തൽക്കാലം ഞാൻ അതുകൊണ്ടൊന്ന് അടച്ചു വെക്കട്ടെ. ഇത് കരി പിടിക്കും അടുപ്പത്ത് സ്റ്റീലിൻ്റെ വെച്ചാൽ. അപ്പോൾ അതാ നമ്മളെ പയറ് വെന്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഈ പയറിലൊക്കെ എന്താണെന്നറിയോ, വേവ് ഏറരുത്. അടുപ്പത്ത് വെച്ചാൽ ഗ്യാസുമ്മലാണെങ്കിൽ നമുക്ക് ആ തീ ആ ഒരു പാകത്തിന് ഇങ്ങനെ സ്ലിമ്മാക്കി കൊടുക്കുക, കൂട്ടി കൊടുക്കുക. അടുപ്പത്താവുമ്പോൾ എങ്ങനെയായാലും തീ കത്തലും കട്ട് റെഡിയായി കിട്ടൂല. അല്ലെങ്കിൽ നല്ലോണം കത്തും, അല്ലെങ്കിൽ തീരെ കത്തൂല. ഏതായാലും വേവാനായിട്ടോ. ഞാനത് വെന്ത് ഈ വെള്ളം കണ്ട് പറ്റിനോട് കൂടി ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിക്കും. എന്നിട്ട് ഇത്തിരി കരിവേപ്പിൻ്റെ ഇട്ടിട്ടുണ്ട് ഇടം. നമ്മളെ പയറിൽ വെള്ളം വറ്റി ഇപ്പോൾ 2 പച്ചക്കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തുട്ടോ. ഇങ്ങനെയായിട്ടോ ഞാൻ ഉണ്ടാക്കുക. എന്നിട്ട് ഇതാക്കണ് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ച് കൊളുത്ത് ഇളക്കുമ്പോൾ നല്ലൊരു ഉണ്ടാവും, അടിപൊളിയാവും കേട്ടതാ. ഇനി ഇത് നന്നായിട്ടൊന്നുണ്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതാ ഇത്തിരി വെള്ളം കൂടിയുള്ളൂ കേട്ടോ ഇതിൽ. അത് ഇനി ഒന്ന് നല്ലോണം അങ്ങോട്ട് കത്തിക്കുമ്പോൾ അതാവും. ഉപ്പൊക്കെ പാകാണ്. നമ്മളെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി. അങ്ങനെ നമ്മളെ ഉപ്പേരിയും റെഡിയായി. നമ്മളെ ചിക്കന് പൊരിക്കുകയാണ് കേട്ടോ. നമ്മൾ 10-20 മിനിറ്റോളം ആയിപ്പോൾ ഇത് പിന്നെ മസാല കൂട്ടിയിട്ടിട്ട്. അപ്പോൾ ഞാൻ ചട്ടി ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിക്കണ്. അതിക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ എന്തൊക്കെ മസാലകൾ ഇട്ടിട്ടാണ് ചിക്കൻ റെഡിയാക്കിയതെന്ന് അറിയാലോ. കോൺഫ്ലവറും മുട്ടയും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, നാരങ്ങാനീര്, ഇതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ മസാല റെഡിയാക്കിയിട്ടുള്ളത് കേട്ടോ. ഇതൊന്ന് പൊരിച്ച് പോരാം. ഒരു 10-20 മിനിറ്റ് നമ്മളിങ്ങനെ റെസ്റ്റ് ചെയ്തിട്ടാണ് പൊരിക്കണമെന്നുണ്ടെങ്കിൽ ആ മുളകും ഉപ്പൊക്കെ നല്ലോണം ചിക്കനിൽ പിടിക്കാനുള്ളൊരു നേരമുണ്ട് കേട്ടോ. അപ്പോൾ അതാ നല്ലോണം വെന്തിക്കണം കേട്ടോ. അപ്പോൾ ഗ്യാസുമ്മേല ഞാൻ ആദ്യം അത് അടുപ്പത്ത് പൊരിച്ചാലോ എന്ന് കരുതി. അയ്യോ ഇത് ഇവിടെ ചാടും ചെയ്തു. അടുപ്പത്ത് പൊരിച്ചാലോ കരുതി. പിന്നെ എനിക്ക് തോന്നി അടുപ്പത്ത് കുറേ രാവിലെ നിൽക്കലോ ഞാൻ. ചൂടായി ആകെ ചൂടായിട്ടുണ്ട്. അപ്പം എന്നാൽ ഗ്യാസുമ്മ തന്നെ പൊരിക്കരുത്. നല്ല ക്രിസ്പി ആയിട്ട് വരും കേട്ടോ. നമ്മൾ ഇങ്ങനെയുള്ള മസാലകളൊക്കെ ഇട്ട് ചിക്കൻ പൊരിക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് വരും. ഇത് നാടൻ രീതിയിലുള്ള പൊരിയല്ല കേട്ടോ. ഇതൊരു നമ്മൾ കോൺഫ്ലവറും മുട്ടയൊക്കെ ഇട്ടതുകൊണ്ടേ ഒരു ഫാസ്റ്റ് ഫുഡിൻ്റെ ഒരു ലെവലിലേക്ക് വരും. ഇത് ഫാസ്റ്റ് ഫുഡ് എന്ന് പറയാൻ പറ്റൂല. നമ്മൾ അത്രയും കെമിക്കലും കാര്യങ്ങളൊന്നും ഇടുന്നില്ല. കൈയൊക്കെ പൊള്ളാതെ നോക്കണം കേട്ടോ. ഇങ്ങനെ നമ്മൾ എണ്ണയിലേക്ക് ഇതിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴേ പെട്ടെന്നുണ്ട് നമ്മളെ കൈ പൊള്ളാൻ. അപ്പോൾ എത്ര കഴിച്ചാലും മതിയാവാത്ത എന്താ പറയുക മസാലയാണ് ഇട്ടതിലുള്ളത്. നമ്മൾ ആർക്കും ഇഷ്ടമാവും. അപ്പം ഇങ്ങനെ ഒന്ന് പൊരിച്ച് നോക്കൊണ്ടിട്ടോ എല്ലാവരും.
നമ്മൾ ഇട്ടതുപോലെ അതേപോലെ ഇടുക. എത്രയാണ് ചിക്കൻ എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഇട്ടാൽ മതി. ഒരു 2 ടീസ്പൂണ് 2-3 ടീസ്പൂൺ ഇടാം കേട്ടോ കോൺഫ്ലവർ പൗഡർ. ഇങ്ങനെയൊക്കെ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കാറുണ്ടോ? ഇതുപോലെയാണോ നിങ്ങളൊക്കെ ചിക്കൻ പൊരിക്കൽ? അപ്പോൾ നമ്മളെ ചിക്കൻ പൊരിയും കഴിഞ്ഞു കേട്ടോ. ചിക്കൻ പൊരിയും കഴിഞ്ഞു. അടിപൊളിയായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ സൽക്കാരത്തിനൊക്കെ പൊരിക്കണ പോലെ തന്നെയാണിത്. ഇതിൽ പിന്നെ ഞാൻ എന്താ പറയുക, പെരുംജീരകം, വെളുത്തുള്ളി, ഉള്ളികളൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇത് കണ്ടോ എന്തോ ഒരു വലുത് ഈ പപ്പടം. ഇത് പൊരിക്കുമ്പോൾ അയ്യോ ഇതിൽ കൊള്ളണില്ല, അതിൽ കൊള്ളണില്ല, അത്രയും വലുതായിട്ടുണ്ട് ഇത്. കണ്ടോ ഇത് കണ്ടോ, കാണുമ്പോൾ ചെറിയ പപ്പടമാണ്, പക്ഷെ പൊരിച്ച് നോക്കുമ്പോൾ കണ്ടോണ്ട് ചട്ടിയിൽ കൊള്ളാത്തൊരവസ്ഥ. അതാ കരിഞ്ഞു പോയി. എന്തോ ഒരു വലുപ്പമാണിത്. പൊള്ളക്കണമൊന്നുമില്ല കേട്ടോ, എത്ര വലുപ്പമുണ്ട്. പൊള്ളച്ച് വരുന്നില്ല, പക്ഷെ പപ്പടം വലുതാണ്ട്. ഇതെന്തത് സംഭവം എനിക്കറിയില്ല, എന്ത് പപ്പടാന്നറിയില്ല. ഞാനിതിങ്ങനെയാവുന്നൊന്നും വിചാരിച്ചിട്ടില്ല കേട്ടോ. അയ്യോ പെട്ടെന്ന് കരിഞ്ഞു പോണ്ട്, അത്രയും വലുത്. പപ്പടം ആകത്ര വലിപ്പമേ ഉള്ളൂ കേട്ടോ, ഉണ്ടോ. അപ്പോൾ ഇതിന് വലിയ ചട്ടിയിലിട്ട് പൊരിക്കണേന്നു. ഈ ചട്ടി ഇതിന് പറ്റൂല. ഒന്നും കൂടെ പൊരിക്കട്ടെ കേട്ടോ ഈ ചെറുത്. പെട്ടെന്ന് കരിഞ്ഞു പോകണ്ട്. ഇതിൽ എന്ത് കെമിക്കലാ ചേർത്തിക്കണ് അല്ലാക്കറിയാം. കണ്ടോ